നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ ഫെബ്രുവരി മാസം 18-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കുന്ന വേളയിൽ വിരമിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് നാടകീയമായ ചില സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. ഇന്ത്യ മുന്നണി കൃത്യമായി പറയുന്നു, രാജീവ് കുമാറിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യണം. അദ്ദേഹം BJP-യിൽ നിന്നും പണം വാങ്ങിച്ചു എന്ന ശക്തമായ ആരോപണം നിലനിൽക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. BJP എത്രത്തോളം വലിയ കറപ്ഷനിൽ കുടുങ്ങിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ഒരു കോർപ്പറേറ്റ് അഴിമതിയുടെ എല്ലാ രീതിയിലുള്ള രേഖകളും പുറത്തു കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി. കോൺഗ്രസിനെ തകർക്കാം, ഇന്ത്യ മുന്നണിയെ തകർത്ത് കളയാം എന്നുള്ള വിചാരം അത് വെറും തോന്നൽ മാത്രമായിരിക്കും എന്ന് ആം ആദ്മിയോടും അതുപോലെ തന്നെ പിന്തിരിപ്പൻ ശക്തികളോടും ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. മാത്രമല്ല, രാജീവ് കുമാർ ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിൽ അവിടെ ഒരു പരസ്പര ധാരണയിൽ BJP-യുമായി ഒത്തുപോയി എന്ന ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്, തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടന്നിരിക്കുന്നു, അധികം വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തി. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇലക്ഷൻ ഡേറ്റിൽ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം നടന്ന അധിക വോട്ട് വർധനവ്, മഹാരാഷ്ട്രയിൽ 7.25%-ലധികമായ വോട്ട് വർധനവും ഹരിയാനയിൽ ഉണ്ടായിട്ടുള്ള വോട്ട് വർധനവും ഈ കാര്യങ്ങളിലെ കൃത്രിമത്വം വെളിപ്പെടുത്തുന്ന കാര്യമാണ്. കൃത്യമായി അഴിമതി നടന്നിരിക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കറപ്ഷൻ്റെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇത് എന്ന് കോൺഗ്രസ് ഒറ്റക്കെട്ടായി പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും വേണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മാത്രമല്ല, സുപ്രീം കോടതി കൂടി ഇടപെട്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ. അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയോഗിക്കുന്ന വിഷയത്തിൽ എന്തുകൊണ്ട് ആ സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി അംഗമാകുന്നില്ല? നിലവിൽ പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് ആ പാനൽ, അവരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള പാനൽ അംഗങ്ങൾ. അതിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ നിന്ന് മാറ്റം വന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുകയാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി പറയുന്നു, അത് അത്യുത്തമം തന്നെയാണ്. ആ തീരുമാനം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന നിലപാടിനോട് 100% യോജിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്നത് സഞ്ജീവ് ഖന്നയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒരു കാരണവശാലും അഴിമതിയുടെ ആരോപണം ലവലേശം പുരളാതിരിക്കേണ്ട ഒരു ഉത്തമ സ്ഥാനമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യദ്രോഹ കുറ്റം അതിന് സമാനമാണ് എന്നുള്ള ഒരു പ്രസ്താവനയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മാത്രമല്ല, ചീഫ് ജസ്റ്റിസ് ശക്തമായി നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംസാരം വരുത്തുമ്പോൾ അത് BJP-ക്ക് വലിയ പണിയായി മാറുന്നു.